നമസ്കാരം. തിരൂർ ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. ഇന്ന് ബഹുമാനപ്പെട്ട തിരൂർ ചെയർമാൻ്റെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ ഒരു ശുചീകരണ യജ്ഞം നടക്കുകയാണ്. അത് മാർക്കറ്റുമായി ബന്ധപ്പെട്ടാണ് തുടങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വൃത്തിഹീനമായ ഒരു അന്തരീക്ഷം ഉളവാക്കപ്പെടുന്നത് പലപ്പോഴും മാർക്കറ്റുകളാണ്. അത് എന്തുകൊണ്ടെന്നാൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ കടന്നു വരുന്നതും ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്നതുമായ ഒരു മേഖലയാണ് മാർക്കറ്റുകൾ. പ്രത്യേകിച്ച് മത്സ്യ മാർക്കറ്റുകളിൽ ഐസ് കലർന്ന മീൻ വരുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും മീനിൻ്റെ വെള്ളം ഐസ് വെള്ളവും കൂടെ ചേർന്ന് മാർക്കറ്റ് പരിസരം വളരെയധികം വെള്ളക്കെട്ട് ഉളവാക്കപ്പെടുകയും അത് പിന്നീട് അസഹ്യമായ ഗന്ധം ഉളവാക്കപ്പെടുകയും ചെയ്യുന്നു. ഹെൽത്ത് ജീവനക്കാർ അവരുടെ കഴിവിൻ്റെ പരമാവധി വൃത്തിയാക്കി സൂക്ഷിക്കുന്നുവെങ്കിലും മത്സ്യ തൊഴിലാളികളും മത്സ്യം ബിസിനസ് ചെയ്യുന്നവരുമൊക്കെ ഒരു വൃത്തിയുടെ അന്തരീക്ഷം കൊണ്ടുവന്നാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാകുകയുള്ളൂ. ആയതിനാൽ മാർക്കറ്റും പരിസരവും വളരെ ഗൗരവമായിട്ട് മത്സ്യം വിൽക്കുന്നവർ, മറ്റ് മത്സ്യ തൊഴിലാളികൾ, മത്സ്യം വാങ്ങാൻ വരുന്നവർ, മറ്റ് ബിസിനസ്സുകാരൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള മലിനജലം ഒഴുകുന്നതും മറ്റു മാലിന്യങ്ങളുമൊക്കെ നമുക്ക് മാറ്റുവാനും അതിനുവേണ്ടത് കാര്യാതിരി ചെയ്യുവാനും കഴിയും. അതുകൊണ്ട് എല്ലാവരുടെയും ഒരു സഹകരണം ആവശ്യമാണ്. ഈ വരുന്ന ജൂൺ 5 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് തന്നെ ഒരുപാട് കാര്യങ്ങൾ തിരൂർ നഗരസഭ ചെയ്യുകയാണ്. കേരളത്തിലെ മറ്റു നഗരസഭകൾക്ക് മാതൃകമായി മാറുക എന്ന രീതിയിൽ ഭാഷാനഗരം ശുചിത്വ നഗരം എന്ന ഒരു ക്യാമ്പയിൻ ബഹുമാനപ്പെട്ട തിരൂർ ചെയർമാൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ഒരു യജ്ഞം നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും, ബിസിനസ് നടത്തുന്ന എല്ലാ സഹോദരന്മാരും ഒരുമയോടുകൂടെ ഈ ഒരു ക്യാമ്പയിനിൽ പങ്കെടുക്കണം. മാത്രമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറട്ടെ ശുചിത്വം. നിങ്ങളുടെ ജീവിതത്തിനും ബിസിനസ് നടത്തുന്നവരുടെ പുരോഗമനമായ കാര്യാദികൾക്കും വേണ്ടി വൃത്തി ഒരു അനിവാര്യ ഘടകമാണ്. അതുകൊണ്ട് ശുചിത്വത്തിന് അമിതമായൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു പുതിയൊരു യാത്ര നമുക്ക് ആരംഭിക്കാം. എല്ലാ ഭാവങ്ങളും